Next topic, apparent weight of a body in a lift. എന്താണ് apparent weight എന്ന് നമുക്ക് നോക്കാം. When a body of mass m is placed on a weighing machine which is placed in a lift, then actual weight of the body is mg. ഒരു ബോഡി ലിഫ്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ വെയിറ്റ് mg ആണ്. This acts on a weighing machine which offers a reaction R given by the reading of weighing machine. ഒരു വ്യക്തി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ബോഡി നിൽക്കുന്നത് വെയിങ് മെഷീൻ്റെ മുകളിലാണെങ്കിൽ ആ വെയിങ് മെഷീൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് വെയിങ് മെഷീനിൽ വരുന്ന കോൺടാക്റ്റ് ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സിന് നോർമൽ റിയാക്ഷന് തുല്യമാണ്. ദിസ് റിയാക്ഷൻ എക്സേർട്ടഡ് ബൈ ദ സർഫസ് ഓഫ് കോണ്ടാക്ട് ഓൺ ദ ബോഡി ഈസ് അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് ദ ബോഡി. ഇതിനെയാണ് നമ്മൾ അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. സർഫസിൽ നിന്നൊരു ബോഡിക്ക് കിട്ടുന്ന നോർമൽ റിയാക്ഷനാണ് അപ്പാരൻറ്റ് വെയിറ്റ്, വെയിറ്റിൻ്റെ ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഭൂമി ആകർഷിക്കുന്ന എം ജി ആണ് ഒറിജിനൽ വെയിറ്റ്. ചില സാഹചര്യങ്ങളിൽ എം ജിയും എന്നും ഈക്വൽ ആണ്, ചില സാഹചര്യങ്ങളിൽ എം ജിയും എന്നും ഈക്വൽ ആകില്ല. എങ്ങനെയാണ് ഒരു ബോഡിക്ക് ഈ പറയുന്ന നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ലിഫ്റ്റിൻ്റെ ഉള്ളിൽ മാറുന്നത് എന്ന് നോക്കാം. അതിനനുസരിച്ച് അയാളുടെ വെയിറ്റിൻ്റെ ഫീൽ എങ്ങനെ മാറുമെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അപ്പാരൻറ്റ് വെയിറ്റ് എങ്ങനെ മാറുമെന്ന് നോക്കാം. ഈ ഒരു ചിത്രത്തിൽ ഒരു വ്യക്തി ഒരു റീഡിംഗ് ബാലൻസിന് മുമ്പിൽ, ഒരു വെയിങ് ബാലൻസിന് മുമ്പിൽ മുകളിലാണ് കയറി നിൽക്കുന്നത്. ഭൂമി അയാളെ എം ജി ഫോഴ്സിൽ താഴോട്ട് ആകർഷിക്കുന്നുണ്ട്. ഈ കോണ്ടാക്ട് സർഫസിൽ നിന്നും അയാളുടെ ബോഡിയിൽ വരുന്ന നോർമൽ റിയാക്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ സാഹചര്യത്തിൽ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നില്ല എങ്കിൽ ആറിൻ്റെയും എം ജിയുടെയും വില ഈക്വൽ ആണ്. അപ്പോൾ അയാൾക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ് എന്ന് പറയുന്നത് എം ജിക്ക് തുല്യമായിരിക്കും. നമുക്ക് പല കേസുകൾ ഇങ്ങനെ ചർച്ച ചെയ്യാം. ഫസ്റ്റ് കേസ്, ലിഫ്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ഒരു ലിഫ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു സ്പ്രിംഗ് ബാലൻസ്, അതാണ് ആ വെയിങ് മെഷീൻ. അതിന് മുകളിൽ എം മാസ് ഉള്ള ഒരു ബോഡി ഉണ്ട്. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ, ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എം നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെഴുതാം? എം ജി ഫോഴ്സ്, വെയിറ്റ് താഴോട്ട്, കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് നോർമൽ റിയാക്ഷൻ മുകളിലോട്ട്. ലിഫ്റ്റിൻ്റെ വെലോസിറ്റി 0ആണ്, റെസ്റ്റിലാണല്ലോ, ആക്സിലറേഷനുകൾ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആറും എം ജിയും ബാലൻസ്ഡ് ആയിരിക്കും. ആറിൻ്റെ വില എം ജി ആണ്. ആർ എന്ന് പറയുന്നതിൻ്റെ പേരാണ് അപ്പാരൻറ്റ് വെയിറ്റ്. എം ജി എന്താണ്? റിയൽ വെയിറ്റ്. സോ റിയൽ വെയിറ്റ് ഓഫ് ദ ബോഡി അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ ബോഡിയും അപ്പാരൻറ്റ് വെയിറ്റും ഈക്വൽ ആയിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ. ഓക്കെ. രണ്ടാമത്തെ കേസ്, ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ലിഫ്റ്റ് മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് കരുതുക. ഈ സാഹചര്യത്തിലും ആക്സിലറേഷൻ 0ആണ്, ലിഫ്റ്റിന് ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ വൈ ഡയറക്ഷനിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇല്ലെങ്കിൽ അപ്പോഴും ആറും എം ജിയും ബാലൻസ്ഡ് അല്ലേ. റിയൽ വെയിറ്റ് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്, അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ഈ കേസിലും എം ജിക്ക് തുല്യമാണ്. അതായത് റിയൽ വെയിറ്റും അപ്പാരൻറ്റ് വെയിറ്റും സെയിം ആണ്. ആ വ്യക്തിക്ക് ലിഫ്റ്റിൻ്റെ ഉള്ളിലും പഴയ വെയിറ്റ് തന്നെ, റെസ്റ്റിൽ നിൽക്കുമ്പോൾ എന്ത് വെയിറ്റ് ഫീൽ ചെയ്തു അതേ വെയിറ്റ് തന്നെ ഫീൽ ചെയ്യും. തേർഡ് കേസ്, ലിഫ്റ്റ് ആക്സിലറേറ്റിംഗ് അപ്വേർഡ് അറ്റ് ദ റേറ്റ് ഓഫ് എ. ഒരു ലിഫ്റ്റ് എ ആക്സിലറേഷനിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അയാൾക്ക് വെയിറ്റ് ഫീൽ ചെയ്യുന്നത് നോക്കാം. ഈ ചിത്രത്തിൽ ലിഫ്റ്റ് എ ആക്സിലറേഷനിൽ മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ബോഡിയിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകൾ നിങ്ങൾക്ക് കാണാം. എം ജി ഫോഴ്സ്, വെയിറ്റുമുണ്ട്, നോർമൽ റിയാക്ഷനുമുണ്ട്. ഇതാണ് അയാളുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന രണ്ട് മെക്കാനിക്കൽ ഫോഴ്സുകൾ. ഈ ബോഡിയും എ ആക്സിലറേഷനിൽ മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബോഡിയിൽ വരുന്ന ഫോഴ്സുകൾ അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കണം. ആക്സിലറേഷൻ്റെ ദിശ നോർമൽ റിയാക്ഷൻ്റെ ദിശയ്ക്ക് സെയിം ആയതുകൊണ്ട് നോർമൽ റിയാക്ഷൻ ഈ കേസിൽ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഓൺ ബോഡി ആർ മൈനസ് എം ജി ആണ്. ഹയർ ഫോഴ്സ് ആണ് ആർ, എം ജി ലോവർ ഫോഴ്സ് ആണ്. ആർ മൈനസ് എം ജി ആർക്ക് ഈക്വൽ ആയിരിക്കും? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ ബോഡി. കാരണം നമുക്ക് ഇക്വേഷൻ ബേസിക്കലി അറിയാം, നെറ്റ് ഫോഴ്സ്, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ ബോഡി എന്നാണ്. ഇതിൽ നിന്നും ആറിൻ്റെ വില, അയാളുടെ കാലുകളിൽ വരുന്ന നോർമൽ റിയാക്ഷനിൻ്റെ വില എം ജി പ്ലസ് എം എ എന്ന് നമുക്ക് എഴുതാം. ഇതിനെ നമുക്ക് എം ഇൻറ്റു ജി പ്ലസ് എ എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ലിഫ്റ്റ് എ ആക്സിലറേഷനിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അയാൾക്ക് കൂടുതൽ വെയിറ്റ് അനുഭവപ്പെടും. നോർമൽ റിയാക്ഷൻ കൂടുതലാണ്, അതുകൊണ്ട് അയാളുടെ വെയിറ്റ് എം ജിയേക്കാൾ കൂടുതലായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യും. ജി എഫക്റ്റീവ്, അതായത് ജിക്ക് പകരം ഇവിടെ വരുന്ന ടേം ജി
പ്ലസ് എ എന്ന് ഓർത്തു വയ്ക്കുക. പല കണക്കുകളും ചെയ്യുന്നതിന് ഈ ഒരു ട്രിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സാധാരണ നമ്മൾ വെയിറ്റ് പറയുന്നത് m/g ആണ്. പക്ഷേ ലിഫ്റ്റ് പോലൊരു ബോഡി എ ആക്സിലറേഷനിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന വെയിറ്റ് mg+a ആണ്. m/g+a ആണ്. അവിടെ g എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് g+a എന്നുള്ള ടേം ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് കേസ്, ലിഫ്റ്റ് ആക്സിലറേറ്റിംഗ് ഡൗൺവേർഡ് അറ്റ് ദ റേറ്റ് ഓഫ് എ. ഒരു ലിഫ്റ്റ് എ ആക്സിലറേഷനിൽ താഴോട്ട് വരികയാണെന്ന് കരുതുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും നോർമൽ റിയാക്ഷൻ മാറുന്നത്? ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ ബോഡിയുടെ വരച്ചു കഴിഞ്ഞാൽ mg ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യും. ബോഡിയുടെ നോർമൽ റിയാക്ഷൻ കോൺടാക്റ്റിൽ നിന്ന് മുകളിലോട്ടുണ്ട്. ബോഡിക്ക് എ ആക്സിലറേഷൻ താഴോട്ടുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാം ആക്സിലറേഷൻ്റെ ദിശ mgയുടെ അതേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ടോട്ടൽ ഫോഴ്സ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ mgയുടെ ഡയറക്ഷനിൽ വേണം ചെയ്യാൻ. mg വലുതാണ്. mg ഫോഴ്സ് -r എന്ന് പറയുന്ന ഫോഴ്സ്, ദിസ് ഇസ് ദ നെറ്റ് ഫോഴ്സ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. നെറ്റ് ഫോഴ്സ് എപ്പോഴും മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു നെറ്റ് ആക്സിലറേഷൻ ഇൻ ദാറ്റ് ഡയറക്ഷൻ ma. ഇതിൽ നിന്ന് നമുക്ക് നോർമൽ റിയാക്ഷൻ്റെ വില mg - ma എന്ന് മനസ്സിലാക്കാം. യു ആർ ഗെറ്റിംഗ് m/g-a. അപ്പോൾ ഒരു ബോഡി ആക്സിലറേറ്റ് ചെയ്യുന്ന ലിഫ്റ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ ആ ബോഡിക്ക് സ്വാഭാവികമായിട്ടും വെയിറ്റ് കുറഞ്ഞ ഫീൽ വരും. എത്ര വെയിറ്റ് വരും തോന്നുള്ളൂ? m/g-a തോന്നുള്ളൂ. mg ആയിരുന്നു നമ്മൾ റെസ്റ്റിൽ നിൽക്കുമ്പോൾ തോന്നുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ നോർമൽ റിയാക്ഷൻ കുറയുന്നത് കൊണ്ട് m/g-a തോന്നുള്ളൂ. ഇവിടെ വരുന്ന g എഫക്റ്റീവിൻ്റെ വില, ജിക്ക് പകരം വന്ന ടേം g-a ആണ്. അപ്പോൾ g എഫക്റ്റീവ് g-a എന്ന് ഓർക്കുക. ഏതെങ്കിലും ഒരു ബോഡി എ ആക്സിലറേഷനിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എഫക്റ്റീവ് g-a ആണെന്ന് ഓർത്ത് വയ്ക്കുന്നത് കണക്കുകൾ വേഗത്തിൽ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതിൽ തന്നെ ഒരു സബ് കേസായിട്ട് നമുക്ക് ചോദിക്കാം, സപ്പോസ് ഈ ലിഫ്റ്റ് g ആക്സിലറേഷനിൽ താഴോട്ട് വന്നാലോ? ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷന് തുല്യമായ വാല്യൂവിൽ താഴോട്ട് വന്നാൽ 9.8 m/s² താഴോട്ട് വന്നാൽ ലിഫ്റ്റിൻ്റെ സ്ട്രിങ്, ലിഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റോപ്പ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഫ്രീ ഫോൾ ചെയ്യും. അപ്പോഴാണ് ഇതുപോലുള്ളൊരു സാഹചര്യം വരുന്നത്. അപ്പോൾ ലിഫ്റ്റ് ഫ്രീ ഫോൾ ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ലിഫ്റ്റിൽ വരുന്ന നോർമൽ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ എഴുതി നോർമൽ റിയാക്ഷൻ്റെ വില m/g എഫക്റ്റീവ് ആണ്. ആക്സിലറേഷൻ താഴോട്ടാണ് ലിഫ്റ്റിനെങ്കിൽ g എഫക്റ്റീവിൻ്റെ വില g-a ആണ്. ഇവിടെ എയുടെ വിലയും g ആണല്ലോ. അതുകൊണ്ട് തന്നെ g-g, then normal reaction will be 0. That means അയാളുടെ കാലുകളിൽ പുഷിംഗ് എഫക്റ്റ് ഒന്നും തന്നെ കിട്ടില്ല. സോ ഹി വിൽ ഫീൽ വെയ്റ്റ്ലെസ്നെസ്. അപ്പോൾ വെയിറ്റ് ഉണ്ടോ? ഉണ്ട്. ബോഡിക്ക് വെയിറ്റ് ഉണ്ട്. mg ആണ് വെയിറ്റ് എപ്പോഴും. പക്ഷെ ബോഡിയുടെ അപ്പാരൻ്റ് വെയിറ്റ് ആണ് ഇവിടെ 0. അപ്പാരൻ്റ് വെയിറ്റ്, അതായത് നോർമൽ റിയാക്ഷന് തുല്യമായ ടേം, അതാണ് 0. വെയിറ്റ് 0 അല്ല, വെയിറ്റ് mg ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് രണ്ട് ചോദ്യങ്ങൾ പരിചയപ്പെടാം. മോഷൻ ഓഫ് എ ബോഡി ഓൺ ലിഫ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻ. See this question, a man is standing on a weighing machine placed in a lift. When stationary, his weight is recorded as 40 kg. അയാളുടെ വെയിറ്റ് കിലോഗ്രാമിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ന്യൂട്ടണിലും കാൽക്കുലേഷൻ ചെയ്യാം. വെയിറ്റ് കിലോഗ്രാമിൽ റെക്കോർഡ് ചെയ്യുന്നത് 40 കിലോഗ്രാം ആണ്. ഓക്കെ, ഇഫ് ദ ലിഫ്റ്റ് ഈസ് ആക്സിലറേറ്റഡ് അപ്വേർഡ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 2 m/s², then weight recorded in machine will be. എത്ര വെയിറ്റ് ആയിരിക്കും മെഷീനിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഇവിടെ ബോഡി അല്ലെങ്കിൽ ലിഫ്റ്റ് ആക്സിലറേഷൻ ചെയ്യുന്നത് മുകളിലോട്ടാണ്. ആദ്യം അയാളുടെ ഒറിജിനൽ വെയിറ്റ് ആണ് അല്ലേ. ദാറ്റ് മീൻസ് ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് mg ആണ്. m/g. മാസ് 40 കിലോഗ്രാം ആണ്. ജിയുടെ വാല്യൂ നമുക്ക് 10 എടുക്കാം. ദാറ്റ് മീൻസ് 400 ന്യൂട്ടൺ. ഇതാണ് അയാളുടെ ഒറിജിനൽ വെയിറ്റ് വെൻ ദ ബോഡി ഈസ് സ്റ്റേഷനറി. എപ്പോഴാണോ ബോഡി മുകളിലോട്ട് ആക്സിലറേഷൻ ചെയ്യുന്നത് അപ്പോഴുള്ള റീഡിംഗ് റിയാക്ഷന് തുല്യമായിരിക്കും. അത് m/g എഫക്റ്റീവ് ആണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. g എഫക്റ്റീവിൻ്റെ വാല്യൂ ഇഫ് ദ സിസ്റ്റം ഈസ് മൂവിങ് അപ്വേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ, ആൻസർ വിൽ ബി g+a എന്ന് എഴുതുക. ജിയുടെ വില 10 ആണ്, എയുടെ വില 2 ആണ്. 10 + 2 12. മാസ് 40, 40 × 12. ശരിയല്ലേ? സോ ദിസ് വിൽ ബി 480 ന്യൂട്ടൺ. ഇപ്പോൾ ന്യൂട്ടണിൽ 480 ആണ്. നമുക്ക് കിലോഗ്രാമിൽ വേണം ആൻസർ പറയണമെങ്കിൽ, ഇത് കിലോഗ്രാം വെയിറ്റ് ആണ്, കിലോഗ്രാമിൽ വേണമെങ്കിൽ g കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങളുടെ ആൻസർ എന്ത് വരും? 48 കിലോഗ്രാം. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ.
Next question. A 60 kilogram man stands on a spring scale in the lift. At some instant he finds scale reading has changed from 60 kilogram to 50 kilogram. അയാളുടെ റീഡിംഗ് 60 കിലോഗ്രാമിൽ നിന്ന് 50 കിലോഗ്രാമിലായിട്ട് റീഡിംഗ് കുറയുന്നു. For a while and then comes back to the original mark. പിന്നീട് ഒറിജിനൽ പൊസിഷനിലോട്ട് വീണ്ടും 60 കിലോഗ്രാമിലോട്ട് തിരിച്ചു വരികയാണ്. അപ്പം റീഡിങ്ങിൽ വരുന്ന ചേഞ്ച് 60 കിലോഗ്രാം വെയിറ്റ് ഉള്ള അയാളുടെ റീഡിംഗ് 60 കിലോഗ്രാം ആയിട്ട് കാണിക്കുന്നു. പിന്നീട് 50 കിലോഗ്രാമിലോട്ട് തിരികെ വരുന്നു. 50 കിലോഗ്രാം ആകുന്നു. 60 കിലോഗ്രാമിൽ നിന്ന് വീണ്ടും 60 കിലോഗ്രാമിലോട്ട് തിരിച്ചു വരുന്നു. ഇതാണ് ആ റീഡിങ്ങിൻ്റെ പോക്ക്. വാട്ട് ഷുഡ് ബി കൺക്ലൂഡ്? വാട്ട് ഷുഡ് ബി ദ കൺക്ലൂഷൻ? എന്തായിരിക്കാം അവിടെ സംഭവിച്ചതെന്നാണ് ചോദ്യം. ഓപ്ഷൻ 1, ദ ലിഫ്റ്റ് വാസ് ഇൻ കോൺസ്റ്റന്റ് മോഷൻ അപ്വേർഡ്. ലിഫ്റ്റ് കോൺസ്റ്റന്റ് മോഷനിലായിരുന്നു എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ അവകാശപ്പെടുന്നത്. ഒരു ബോഡി ലിഫ്റ്റ് കോൺസ്റ്റന്റ് മോഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ കേസിൽ റീഡിംഗ് മാറ്റമില്ലാതെ തുടരുകയും ആ റീഡിംഗ് കാണിക്കുന്നത് ഒറിജിനൽ വെയിറ്റ് ആയ MGയെ തന്നെ ആയിരിക്കും. അതായത് ത്രൂ ഔട്ട് ദ മോഷൻ 60 കിലോഗ്രാം തന്നെ ആയിരിക്കണം. ഓപ്ഷൻ A അതുകൊണ്ട് റോങ് ഓപ്ഷനാണ്. ഓപ്ഷൻ B, ലിഫ്റ്റ് വാസ് ഇൻ കോൺസ്റ്റന്റ് മോഷൻ ഡൗൺവേർഡ്. കോൺസ്റ്റന്റ് മോഷൻ ഡൗൺവേർഡ് എന്ന് പറയുമ്പോഴും ഈ നേരത്തെ പറഞ്ഞ അതേപോലെ വെയിറ്റ് ഒറിജിനൽ ആയിരിക്കും. ആക്സിലറേഷൻ ഇല്ലാത്തതുകൊണ്ട് ഓപ്ഷൻ ബിയും തെറ്റാണ്. ഓപ്ഷൻ സി പറയുന്നത് ലിഫ്റ്റ് വൈൽ ഇൻ കോൺസ്റ്റന്റ് മോഷൻ അപ്വേർഡ്സ് ഈസ് സ്റ്റോപ്ഡ് സഡൻലി. സോ ഓപ്ഷൻ സിയിൽ ലിഫ്റ്റ് ഈസ് ഇൻ കോൺസ്റ്റന്റ് മോഷൻ അപ്വേർഡ്സ് സഡൻലി സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സഡൻ സ്റ്റോപ്പിങ്ങിലുള്ള ഗ്യാപ്പിൽ വളരെ ചെറിയ ടൈം സ്പാൻ ആയിരിക്കും. ആ ചെറിയ ടൈം സ്പാനിൽ വാട്ട് വിൽ ഹാപ്പൻ? വെലോസിറ്റിയുടെ വാല്യൂ 0-ലെത്തുകയാണ്. വെലോസിറ്റിയുടെ വാല്യൂ 0-ലെത്തുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറഞ്ഞിട്ടേ 0 ആകാൻ പറ്റൂ. തീർച്ചയായിട്ടും വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ആക്സിലറേഷൻ ആക്ട് ചെയ്യണം. അതിനെ നമുക്ക് ഡീസലറേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ലിഫ്റ്റ് ഇവിടെ ആക്സിലറേഷൻ ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് ആക്സിലറേഷൻ ചെയ്തു കഴിഞ്ഞാൽ റിയാക്ഷൻ്റെ കാൽക്കുലേഷൻ m/g എഫക്റ്റീവ് ആണ്. g എഫക്റ്റീവിൻ്റെ വാല്യൂ m/g-a ആയിരിക്കും. ശരിയല്ലേ? ദാറ്റ് മീൻസ് വെയിറ്റ് ഒറിജിനലിനെക്കാട്ടി കുറവായിരിക്കും. തീർച്ചയായിട്ടും 60 കിലോഗ്രാം അങ്ങനെയാണ് 50 കിലോഗ്രാം ആകുന്നതെന്ന് പറയാം. ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലിഫ്റ്റ് വിൽ ബി അറ്റ് റെസ്റ്റ്. ലിഫ്റ്റ് റെസ്റ്റിലായി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? റെസ്റ്റിൽ നിൽക്കുമ്പോൾ ആക്സിലറേഷൻ ഇല്ലല്ലോ ഫൈനൽ സ്റ്റേറ്റിൽ. അപ്പോൾ വീണ്ടും ബോഡിയുടെ ഒറിജിനൽ വെയിറ്റ് കാണിച്ചു തുടങ്ങും. 60 കിലോഗ്രാം ആയിരിക്കും വീണ്ടും വെയിറ്റ് കാണിക്കുന്നത്. റിയാക്ഷൻ ആ സമയത്ത് mg ആയിട്ട് മാറും. അപ്പോൾ റിയാക്ഷൻ mg-a-യിൽ നിന്ന് ആദ്യം mg ആയിരിക്കും ഈ അവസ്ഥയിൽ. പിന്നീട് റിയാക്ഷൻ mg-ma ആയിട്ട് മാറും. വീണ്ടും അവസാനം mg ആയി തന്നെ തുടരും. സോ ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആണ്.